ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഡബിൾ ചിൻ ഇല്ലെങ്കിൽ എക്സ്ട്രാ ഫാറ്റ്സ് അടഞ്ഞു കൂടിയ ഭാഗം എങ്ങനെയൊക്കെയാണ് കുറയ്ക്കാനുള്ളതെന്ന്. എക്സാമ്പിൾ ഫേസിലാവാം, ഇല്ലെങ്കിൽ ആംപിറ്റ്സിലാവാം, പിന്നെ വയറിൻ്റെ ഭാഗമാവാം, ഇങ്ങനെ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത്, ഇതിൽ അവോയ്ഡ് ചെയ്യേണ്ടത് അൺഹെൽതി ലൈഫ് സ്റ്റൈലാണ്. അതായത് ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് നോക്കുമ്പോൾ ഹെൽത്തൊന്നും കാര്യമാക്കാണ്ട് അങ്ങനെ ഒരു ബിസി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്കാണ് കടന്നു പോകുന്നത് എല്ലാവരും. അപ്പോൾ ആരോഗ്യകാര്യത്തിൽ എക്സസൈസ് ആവട്ടെ, വേറെ പല രീതിയിലത്തെ ഒരു എക്സസൈസ് ഫോംസ് ആവട്ടെ, ഒന്നുമേ പ്രാക്ടീസ് ചെയ്യാണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് ഇത് ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിനെ ഉൾപ്പെടുത്താൻ നോക്കുക. പിന്നെ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ, ഭക്ഷണത്തിൽ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ്, പിന്നെ ആരോഗ്യത്തിന് പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഒരു ഫുഡ് ഐറ്റംസ് ഒക്കെ ഒന്ന് ഒഴിവാക്കണം. കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ വീട്ടിൽ തന്നെ ഹോം മെയ്ഡ് ഫുഡാണ് കഴിക്കേണ്ടതാണ്. അത് ഏറ്റവും നന്നായിരിക്കും. എപ്പോഴും അത് ശ്രദ്ധിച്ചാൽ തന്നെ ഞങ്ങളുടെ ആരോഗ്യം നിലനിർത്താൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെ അടിഞ്ഞു കൂടിയ ഫാറ്റ് കൊണ്ട് എന്താവുമെന്ന് വെച്ചാൽ, നമുക്ക് വേണ്ടാത്ത വ്യാധികൾ വരും. അതായത് എക്സാമ്പിൾ BP റൈസ് ആവാം, ഹൈ BP, പിന്നെ ഡയബറ്റീസ്, കൊളസ്ട്രോള്, പിന്നെ ടെൻഷൻ കൂടിയിട്ട് ഉറക്കമില്ലാത്തത് കൊണ്ട് ഇൻസമോണിയ എന്ന് പറയും, ഉറക്കമില്ലാത്ത ഒരു സ്ഥിതി. ഇങ്ങനെയെല്ലാം ചെന്ന് കിടക്കുമ്പോൾ ഞങ്ങളുടെ ഒരു ശരീരം റിവേഴ്സായിട്ടാണ് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൈവിട്ടാണ് പോകുന്നത്. അതായത് മെമ്മറി പവർ കുറയുന്നതും, ഡൈജഷൻ പ്രോബ്ലം, പിന്നെ ചിലർക്ക് ഈ പൈൽസ്, കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലം, ഇങ്ങനെയൊക്കെ സംബന്ധിച്ചോളം ആയിട്ടുള്ള ഒരു ഇന്നർ പാർട്സ്, അതായത് ഇൻറ്റർണൽ ഓർഗൻസിന് ബാധിക്കേണ്ട ഒരു രോഗാവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടാകുന്നതുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്താണ് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ പോലെ എക്സസൈസ് ചെയ്യുക. ഡെയിലി ഒരു 15-20 മിനിറ്റ്സ് ആദ്യം തൊട്ടിട്ട് തുടങ്ങുക. 15 മിനിറ്റ്സ് ഒരു വാമപ്പ് ചെയ്യുക. യോഗ, സൂര്യ നമസ്കാരം അറിയുന്നവർക്ക് അത് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഡീപ്പ് ബ്രീതിങ് എക്സസൈസ് ടു കൺട്രോൾ ആങ്സൈറ്റി, സ്ട്രെസ്സ്, വേണ്ടാത്ത ഈ ബാഡ് ഹോർമോൺസൊക്കെ ഞങ്ങളുടെ ശരീരത്തിലുണ്ടാവും, നമുക്കൊന്നും അറിയില്ല. പിന്നെ ഹാർമോണൽ ഇംബാലൻസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് PCOD, PCOS, തൈറോയിഡ്, ഇങ്ങനെ പല പ്രശ്നങ്ങളും ഞങ്ങൾ ലൈഫ് സ്റ്റൈലിൽ ഞങ്ങൾ കാണുന്നില്ല. അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തെടുക്കണം. ഞങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിന് മാറേണ്ടതുണ്ട്. ഇതുകൊണ്ട് ഞങ്ങൾക്ക് എന്താവുമെന്ന് വെച്ചാൽ, ഞങ്ങളെ തന്നെ തിരിച്ചറിയുന്നതും, പിന്നെ ഞങ്ങൾ കൂടുതൽ സെൽഫ് ലവ്, സെൽഫ് കെയർ, പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഹോബീസ്, ഹാബിറ്റ്സൊക്കെ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് ജീവിതത്തിൽ ഞങ്ങൾ ഗോൾസ് അച്ചീവ് ചെയ്യാനും, ഡേ ബൈ ഡേ നോളജ് ഇമ്പ്രൂവ് ചെയ്യാനും, ഇമ്പ്രൂവൈസ്, അതായത്
ബെറ്റർ വെർഷൻ ഓഫ് യുവർ സെൽഫ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അപ്പം നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ആവുന്നതിലൂടെ കൂടെ തന്നെ ഞങ്ങളൊരു ബെറ്റർ പേഴ്സണായിട്ട് സൊസൈറ്റിയിൽ മാറുന്നുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾക്കൊരു അഡീഷണൽ ബെനിഫിറ്റ്സാണ് കിട്ടുന്നത്. ഇതിലൂടെ ഞങ്ങളുടെ ലൈഫ് സ്റ്റൈലും മാറുന്നുണ്ട്. അതായത് ബ്രോഡ് മൈൻഡായിട്ട് ഞങ്ങൾ ചിന്തിക്കാൻ പറ്റും. ജീവിതത്തിൽ ഞങ്ങളുടെ ഗോൾസ് എന്താണ്, ഞങ്ങൾ എന്തിനാണ് കഷ്ടപ്പെടുന്നത്, ഞങ്ങളുടെ കുറിച്ച് ചിന്തിക്കാനും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കാനും ജീവിതത്തിൽ ഇത് വളരെയേറെ ഹെൽപ്ഫുള്ളാണ്. ഞാൻ എൻ്റെ ചില മോട്ടിവേഷണൽ വീഡിയോസിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എപ്പോഴും ടച്ച് വിത്ത് യുവർ പേരൻറ്റ്സ്, ഫ്രണ്ട്സ്, സിബ്ലിങ്സ്, ആരെങ്കിലും എല്ലാവരും വേണം. പക്ഷെ എല്ലാവരുടെയും കൂടെ നമുക്ക് നല്ലൊരു കോണ്ടാക്റ്റിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ എന്തെങ്കിലും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ ആ ഒരു ഘട്ടം വന്നാൽ തന്നെ നമുക്ക് ഒരു മോട്ടിവേഷണലായിട്ട് പോസിറ്റീവ് മൈൻഡ് സെറ്റിലൂടെ നമുക്ക് അതൊന്ന് സോൾവ് ചെയ്തെടുക്കാനാവും. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇൻ ജനറൽ, അതായത് നല്ല ഒരു ലൈഫ് സ്റ്റൈൽ ഉൾപ്പെടുത്തിയിട്ട് ഞങ്ങളുടെ ആരോഗ്യം നന്നാക്കുക, പിന്നെ നല്ല ഭക്ഷണം കഴിക്കുക, പിന്നെ വേണ്ടാത്ത ഹാബിറ്റ്സ് ഒഴിവാക്കുക. അതായത് ഉറങ്ങാണ്ട് എണീറ്റിരിക്കുക, ഒരുപാട് മൊബൈൽ, ലാപ്ടോപ്പ്. ഇപ്പോൾ ലാപ്ടോപ്പാണെങ്കിൽ വർക്ക് ഉണ്ടാവും, വർക്ക് ഷെഡ്യൂൾ ഉണ്ടാവും. അങ്ങനെ അതില്ലാത്ത സമയത്തിൽ പ്ലീസ് ക്ലോസ് എവ്രി ഒരു ഇലക്ട്രോണിക് ഐറ്റംസൊക്കെ ക്ലോസ് ചെയ്ത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് അത് ഒഴിവാക്കി വയ്ക്കുക. അതായത് രാവിലെ എണീറ്റതും മൊബൈൽ, ലാപ്ടോപ്പ്, ടി വി കാണാണ്ട് റെഗുലറായിട്ടുള്ള ഡേ ടു ഡേ എന്താണ് റുട്ടീനുള്ളത് അത് ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ ആരോഗ്യത്തിൽ നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക. പിന്നെ ന്യൂട്രീഷ്യസ് ഫുഡായിട്ടുള്ളത് റാഗി, ഇങ്ങനെ ചില മില്ലറ്റ്സ്, ഹെൽത്തി ആയിട്ടുള്ള മില്ലറ്റ്സ്, ലെൻറ്റിൽസ്, അതായത് പരിപ്പ് വർഗ്ഗങ്ങൾ നല്ലത് ആയിട്ട് കഴിക്കാൻ നോക്കുക. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, നല്ലോണം വെള്ളം കുടിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, എക്സസൈസ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ദേഹത്തിൽ ഉണ്ടാവുന്ന ബാഡ് കൊളസ്ട്രോളൊക്കെ മാറ്റി എടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ ഇപ്പോഴത്തെ ജനറേഷനിൽ കാണപ്പെടുന്നത് ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ ഹാർട്ട് അറ്റാക്ക്, പിന്നെ പല രീതിയിലത്തെ ടെൻഷന്, സ്ട്രെസ്സ് കൺട്രോൾ ചെയ്യാണ്ട് വെപ്രാളപ്പെടുന്നതും, പിന്നെ ജീവിതത്തിലൊരു നല്ല വഴി കാണാണ്ട് സ്റ്റക്ക് ചെയ്ത് നിൽക്കുന്നവർ ഒരുപാടുണ്ടാവും. അപ്പോൾ അങ്ങനെ ചില സാഹചര്യങ്ങളിൽ ഞങ്ങളെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നതിലൂടെ ബൈ പോസിറ്റീവ് എനർജി എപ്പോഴും ഞങ്ങളുടെ ഒരു മൈൻഡിൽ എപ്പോഴും നിറയ്ക്കേണ്ടതുണ്ട്. നെഗറ്റീവായിട്ടുള്ള ഒരു ഷെയ്ഡ് ഞങ്ങളുടെ ലൈഫിൽ കടന്നു വരാണ്ട് നോക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ബേസിക്കായി പറയാനുള്ളത്, അപ്പോൾ വേണ്ടാത്ത ഒരു കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതും ഇങ്ങനെയൊക്കെ ഒന്ന് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നല്ല ഒരു ആരോഗ്യം ഞങ്ങൾക്ക് വീണ്ടെടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒബിസിറ്റി പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരുണ്ടാവാം. അങ്ങനെ പല രീതിയിലത്തെയും ഹെൽത്ത് പ്രോബ്ലംസ് ഞങ്ങൾ ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൽ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശീലിക്കാൻ ശ്രമിക്കുക. നല്ല ബുക്സ്
വായിക്കുക, പിന്നെ സോങ്സ് കേൾക്കുക, ഡിവോഷണൽ സോങ്സ്, ശ്ലോകം പറയുക, മൈൻഡ് ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണാം. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഹെൽപ്ഫുള്ളാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, ലവ്ഡ് വൺസ് അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.